ശ്രീ എൻ ശ്രീകുമാർ, ജോസ് കെ മാണിയെ താങ്കൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ, അദ്ദേഹത്തിന്റെ വാക്കുകളെ? അല്ല, ജോസ് കെ മാണി ഇന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടില് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുന്നണികളിലെ ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരി മാറാറുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകൾ വന്നു. ആ വാർത്തകളോട് കേരള കോൺഗ്രസിലെ തന്നെ 2 നേതാക്കൾ പ്രതികരിച്ചു. അതിന് ജോസ് കെ മാണി കൃത്യമായി ഉത്തരം നൽകിയിരുന്നില്ല. അതിന് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരം ഒരിക്കലും കൃത്യമായിരുന്നില്ല. അതായത് അദ്ദേഹം പറഞ്ഞെന്താണ്, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ കേരള കോൺഗ്രസിന് കൃത്യമായ ഒരു നയമോ പരിപാടിയോ ഇല്ല. അവരെവിടെയാണോ അവിടെ ഭരണം എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുടെ സിദ്ധാന്തമല്ല. 1964 കേരള കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ടേ അങ്ങനെയാണ്. ഒരു വൈകാരികതയിൽ ജന്മം കൊണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് മഞ്ജുഷ് അറിയാമല്ലോ. ആർ ശങ്കറും പി ടി ചാക്കോയും തമ്മിലുള്ള തർക്കത്തില് പി ടി ചാക്കോയ്ക്കൊപ്പം നിന്ന, വികാരത്തിന്റെ പേരിൽ നിന്ന 15 കോൺഗ്രസ് MLA-മാരാണ് പാർട്ടി വിട്ടുവന്ന് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത്. അപ്പൊ അത് കെ എം ജോർജ് ആയിരുന്നു അതിന്റെ അന്നത്തെ നേതാവ്. അപ്പൊ അന്ന് തൊട്ട് ഓരോ തവണയും 10-13 തവണയെങ്കിലും അവർ പിളർന്നിട്ടുണ്ട്. 6-7 തവണ അവർ ഐക്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തില് അവരുടെ ഐക്യത്തിന് സാക്ഷ്യം വഹിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അന്ന് കേരള കോൺഗ്രസിനെ യോജിപ്പിച്ചിട്ട് ജോൺ ജേക്കബിനെ ഇന്ദിരാഗാന്ധി ചെയർമാനായിട്ട് അവരോധിച്ചു. അങ്ങനെ പോലും ചരിത്രമുള്ള ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പൊ അതുകൊണ്ട് അത് അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഭരണമുള്ള ഒരു ചേരി എന്ന് പറയുമ്പോൾ അത് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. ഇന്നത്തെ ജോസ് കെ മാണിയുടെ വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തില് അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസിനെയോ UDF-നെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവിനെയോ പ്രതിപക്ഷ നേതാവിനെയോ അദ്ദേഹം വിമർശിച്ചില്ല. അല്ലെങ്കിൽ ഇത് UDF-ന്റെ ഒരു കുടില തന്ത്രമാണെന്നോ ഞങ്ങളെ കുറിച്ച് UDF-ന് അറിയില്ലെന്നോ ആ രീതിയിലൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൊടുത്ത വാർത്തകളിൽ എന്തെങ്കിലും തെറ്റ് താങ്കൾ കാണുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നോ ഇല്ലയോ എന്നുള്ളത്. നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. അത് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ലല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അല്ലാതെ ജോസ് കെ മാണി പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടില്ല, കേരള കോൺഗ്രസ് ഒരു ശ്രമവും നടത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യസന്ധത ഇല്ലാത്ത കാര്യങ്ങളല്ലേ? അതെ, അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ പ്രത്യേകിച്ച് UDF-ന് വലിയ ഒരു മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സാഹചര്യത്തില് കേരള കോൺഗ്രസിലാണെങ്കിൽ LDF-ൽ വലിയ മെച്ചം ഉണ്ടായിട്ടില്ല. അവർക്കൊരു മന്ത്രിയെ കിട്ടിയെന്നുള്ളത് ശരിയാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗവും കിട്ടി. പക്ഷേ മഞ്ജുഷ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് അതില് മന്ത്രിയായിരിക്കുന്ന ആള് റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ ആ പാർട്ടിയിലെ 2-മോ 3-മോ ആണ്. പക്ഷെ ചെയർമാൻ ജോസ് കെ മാണിയാണ്. സാധാരണ ഇതിന്റെ കേരള കോൺഗ്രസിന്റെ ചെയർമാൻമാർ അത് ആ പാർട്ടിയെ നയിക്കുന്ന ഗ്രൂപ്പ് ലീഡറാണ് മന്ത്രിയാവുക. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ജോസ് കെ മാണി വെറുതെ ഇരിക്കുമ്പോൾ മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ പാർട്ടിയെ ചലിപ്പിക്കാൻ പറ്റില്ല. അതിനൊരു പരിമിതിയൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് KM മാണിയുടെ മകന്റെ പാർട്ടി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം നിർബന്ധമാണ്. അത് മാത്രവുമല്ല, കേരള കോൺഗ്രസിന് LDF-ൽ നിന്നതുകൊണ്ട് അവർക്കുള്ള മെച്ചം എന്ന് പറയാവുന്നവർക്ക് 5 MLA-മാരെ കഴിഞ്ഞോണ്ട് കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ ആ 5 MLA-മാരെ കിട്ടിയെങ്കിലും ഇത്തവണ അവരുടെ നഷ്ടം എന്തൊക്കെയാണ്? എത്രയോ കാലം KM മാണി പ്രതിനിധീകരിച്ച പാലായിലെ സ്വന്തം നഗരസഭ നഷ്ടപ്പെട്ടു. കോട്ടയം ജില്ലാ പഞ്ചായത്തില് പ്രശ്നങ്ങൾ ഉണ്ടായി. കോട്ടയത്ത് ഒരുപാട് ഗ്രാമപഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പിന്നാക്കം പോവുകയും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജോസ് കെ ഫ്രാൻസിസ് എന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാവ് പിന്നീട് ജോസഫ് ഗ്രൂപ്പിൽ പോയ ആള് ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് നഷ്ടമൊക്കെ സംഭവിച്ചു. ശ്രീ എൻ ശ്രീകുമാർ, ആ നഷ്ടം സംഭവിക്കുമ്പോഴും LDF ജോസ് കെ മാണിയെ വിടാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.